കേരളത്തിൻ്റെ ഒരു വനിതാ മന്ത്രിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മിനിസ്റ്ററെ, പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രിയെ ആരും ആക്രമിക്കാൻ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയും വിദ്യാസമ്പന്നമായ കേരളമാണ്, സാക്ഷരത കേരളമാണ് കേരളമെന്ന് എപ്പോഴും നമ്മൾ പ്രകീർത്തിക്കും. പക്ഷേ ആ കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ബഹുജന സംഘടനയായ KSUവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടിത ആക്രമണം, മിനിസ്റ്റർ പരിപാടിക്ക് പോയ സ്ഥലത്ത് പോലും അവർ കരിങ്കൊടിയും അതുപോലെ പ്രതിഷേധവും, വണ്ടിക്ക് മുന്നിൽ പ്രതിഷേധവും ഒക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ നടത്തിയവർ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ മന്ത്രിയുടെ മുന്നിലേക്ക് അവർ ഓടിയ, ഇത്രയധികം പോലീസുകാരുടെ സാന്നിധ്യത്തിൽ പോലും കരിങ്കൊടി കാട്ടുവാനും അവരെ ആക്രമിക്കുവാനും മുതിർന്നത് നാം എല്ലാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു കാടത്ത സമീപനമാണ് ആ വനിതാ മന്ത്രിയോട് കാണിച്ചത് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഇല്ല, അവർ മനഃപൂർവ്വമാണ് ഇത് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കണ്ടു കാണും, ഒരാഴ്ച മുമ്പ് മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ റീത്ത് വെച്ചുകൊണ്ട് അവർ പ്രതിഷേധിച്ച് നമ്മൾ കണ്ടതാണ്. അത്രയും മോശമായ നിലയിലാണ് കോൺഗ്രസ്സുകാർ പ്രതികരിച്ചു കൊണ്ടിരുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതികരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ ബാലൻസാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. പലപ്പോഴും നിയമസഭയിൽ നമുക്കറിയാം ശക്തമായ നിലയിൽ പ്രതികരണം നടത്തുന്ന ഒരു വകുപ്പ് മന്ത്രിയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി. നല്ലതുപോലെ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഒരുപക്ഷെ അവരുടെ നേതൃത്വമാണോ ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ കാണിച്ചത് വളരെ മോശത്തരമാണ് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ. അതെ, ഒരു സ്ത്രീക്കെതിരെ ഇത്രയും ഹീനമായ നിലയിലുള്ള അവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ, കോൺഗ്രസ് അല്ല ഇതിനകത്ത് വരുന്നത്, ഒരു വനിതയാണ് ഇത്തരത്തിൽ പൊതുജന മധ്യത്തിലിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയ്ക്ക് പോയ മന്ത്രിയുടെ നേർക്ക് ഇത്രയും അപമാനകരമായ നിലയിൽ അവരെ ആക്രമിച്ചിരിക്കുന്നത്. അവരുടെ കഴുത്തിന് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് കേട്ടത്. എനിക്ക് തോന്നുന്നു ഇന്ന് അതിൻ്റെ ടെസ്റ്റൊക്കെ നടക്കുന്നതേ ഉള്ളൂ. കൈയുടെ മുറിവ് നമുക്ക് പലപ്പോഴും എടുത്തു കാട്ടിക്കുന്നത് നാം കണ്ടതാണ്. അത് വളരെ മോശമായി പോയി. വനിതാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വനിതകൾ ഇതിനെതിരെ ശക്തമായ നിലയിൽ പ്രതികരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്.